ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീമന്നാരായണീയം ദശകം 9. ബ്രഹ്മാവിൻ്റെ തപസ്സും ഭുവന നിർമ്മിതിയും. 8-ാം ദശകത്തിൽ വിവരിച്ചതുപോലെ പത്മജനായ ബ്രഹ്മാവിൻ്റെ അനന്തര വ്യാപാരങ്ങളെ ഇവിടെ പറയുന്നു. ശ്ലോകം 1. സ്ഥിതഃ സ കമലോദ്ഭവസ്തവ ഹി നാഭിപങ്കേരുഹേ കുതസ്വിദിതമംബുധൗ ഉദിതമിത്യനാലോകയൻ തദീക്ഷണ കുതൂഹലാത് പ്രതിദിശം വിവൃത്താനന ചതുർവദനദാമഗാദ് വികസദഷ്ടദൃഷ്ട്യംബുജാം. സ്ഥിതഃ സഹ കമലോദ്ഭവഃ തവ ഹി നാഭി പങ്കേരുഹേ കുതസ്വിത് ഇദം അംബുധൗ ഉദിതം ഇതി അനാലോകയൻ തദ് ഈക്ഷണ കുതൂഹലാത് പ്രതിദിശം നിവൃത്ത ആനനഃ ചതുർവദനദാം അകാത് വികസത് അഷ്ടദൃഷ്ടി അംബുജാം. സഹ കമലോദ്ഭവഃ, ആ പത്മജന്മാവ്, ആ ബ്രഹ്മാവ്, തവ നാഭി പങ്കേരുഹേ ഹി സ്ഥിതഃ, അങ്ങയുടെ നാഭികമലത്തിൽ തന്നെ ഇരുന്നു കൊണ്ട്, അംബുധൗ ഇദം കുതസ്വിത് ഉദിതാം ഇതി, സമുദ്രത്തിൽ, ആ ജലസമൂഹത്തിൽ ഈ താമരപ്പൂവ് എന്തിൽ നിന്നും ഉണ്ടായി എന്നത് അനാലോകയൻ, കാണാത്തവനായിട്ട്, അതായത് അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തവനായിട്ട്, തദീക്ഷണ കുതൂഹലാത്, അത് ആ പത്മത്തിൻ്റെ ഉത്പത്തിസ്ഥാനം കണ്ട് അറിയുവാനുള്ള കൗതുകത്താൽ, പ്രതിദിശം വിവൃത്താനനഃ, ദിക്കുതോറും, അതായത് നാലുപാടും തിരിഞ്ഞപ്പോൾ 4 മുഖങ്ങളായിട്ട്, വികസത് അഷ്ടദൃഷ്ട്യാംബുജാം ചതുർവദനതാം അഘാത്, വിടർന്ന താമരപ്പൂക്കൾക്ക് തുല്യങ്ങളായ 8 കണ്ണുകളുള്ള നാൻമുഖൻ എന്ന അവസ്ഥയെ പ്രാപിച്ചു. ഇങ്ങനെയാണ് ബ്രഹ്മാവ് ചതുർമുഖനായി തീർന്നത് എന്ന് പറയപ്പെടുന്നു. നിൻ തിരുവടിയുടെ നാഭികമലത്തിലിരുന്ന ആ പത്മജൻ ഈ താമരപ്പൂവ് സമുദ്രത്തിൽ എവിടെ നിന്ന് ഉണ്ടായെന്ന് അറിയാഞ്ഞ് അത് കണ്ടുപിടിക്കുന്നതിനുള്ള കൗതുകത്താൽ 4 ദിക്കിലേക്കും മുഖം തിരിക്കുക കൊണ്ട് വികസിച്ച താമരപ്പൂ പോലെയുള്ള 8 കണ്ണുകളോടുകൂടിയ 4 മുഖങ്ങൾ ബ്രഹ്മാവിന് ഉണ്ടായി. സ്ഥിതഃ സ കമലോദ്ഭവസ്തവ ഹി നാഭിപങ്കേരുഹേ കുതസ്വിദിതമംബുധൗ ഉദിതമിത്യനാലോകയൻ തദീക്ഷണ കുതൂഹലാത് പ്രതിദിശം വിവൃത്താനന ചതുർവദനദാമഗാദ് വികസദഷ്ടദൃഷ്ട്യംബുജാം. ശ്ലോകം 2. മഹാർണവ വിഘൂർണിതം കമലമേവ തത് കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു നാലോകയൻ ക ഏഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്വിദിതമംബുജം സമജനീതി ചിന്താമഗാത്. മഹാർണവ വിഘൂർണിതം കമലം ഏവ തത് കേവലം വിലോക്യ തദ് ഉപാശ്രയം തവ തനു തു ന ആലോകയൻ കഹ ഏഷ കമല ഉദരേ മഹതി നിസ്സഹായഃ ഹി അഹം കുതസ്വിത് ഇദം അംബുജം സമജനി ഇതി ചിന്താം അഘാത്. മഹാർണവ വിഘൂർണിതം, പെരും കടലിൽ കിടന്ന് ചാഞ്ചാടിക്കൊണ്ടിരുന്ന, തത് കമലം കേവലം ഏവ, ആ താമരപ്പൂവിനെ കേവലമായിട്ട്, അതായത് ആശ്രയമില്ലാതായിട്ട്, വിലോക്യ തതുപാശ്രയം തവ തനു തു
നാലോകയൻ ഏകമായി കാണുകയും അതിന് ആ താമരപ്പൂവിന് ആശ്രയമായ അവിടുത്തെ തിരുവുടലിനെ കാണാതിരിക്കുകയും ചെയ്തു. മഹതി കമലോദരേ നിസ്സഹായഃ ഹി ഏഷഃ അഹം കഃ. വിസ്തീർണമായ ഈ താമരപ്പൂവിനുള്ളിൽ ഏകനായി തന്നെ ഇരിക്കുന്ന ഈ ഞാൻ ആരാണ്? ഇതം അംബുജം കുതസ്വിദ് സമജനി. ഈ താമരപ്പൂവ് എന്തിൽ നിന്നാണ് സംജാതമായത്? ഇത് ചിന്താം അഗാധ് എന്ന ചിന്തയിലായിപ്പോയി. എന്നിട്ട് ബ്രഹ്മാവ് വൻ മഹാസമുദ്രത്തിലെ തിരമാലകളിൽ ആടിയിളകുന്ന താമരപ്പൂവിനെ മാത്രമല്ലാതെ അതിൻ്റെ അധിഷ്ഠാനത്തെ തേടി അതിൻ്റെ അടിസ്ഥാനമായ അങ്ങയുടെ തിരുവുടലിനെ തന്നെ തേടി കാണാത്തതിനാൽ ഈ വലിയ താമരപ്പൂവിനകത്തിരിക്കുന്ന നിസ്സഹായനായ ഞാൻ ആരാണ്? ഈ താമരപ്പൂ എവിടെ നിന്നും ഉണ്ടായി എന്ന് ചിന്തിച്ചു തുടങ്ങി. ഈ മഹാസമുദ്രത്തിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഈ താമരപ്പൂ കണ്ടിട്ട് അത് എവിടെ നിന്നും ഉണ്ടായി, അതിൻ്റെ ആശ്രയം അടിസ്ഥാനം എവിടെ എന്ന് കണ്ടുപിടിക്കുവാനാവാതെ ബ്രഹ്മാവ് വിഷമിച്ചു. അതിൽ ഏകനായിരിക്കുന്ന ഞാൻ ആരാണ് എന്നറിയുവാൻ ആഗ്രഹിച്ചു. വേറെ ആരെയും അവിടെ ചോദിക്കാമെങ്കിൽ കാണാനുമില്ല. ഇതിൻ്റെ കാരണം ഭഗവാൻ തന്നെയാണെന്നറിയാമെങ്കിലും ഭഗവാനെയും കാണുവാൻ സാധിച്ചില്ല. അതിനാൽ നിസ്സഹായനായി ഏകനായി ചിന്തിക്കുവാൻ തുടങ്ങി. മഹാർണവ വിഭൂർണിതം കമലമേവ തത് കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു നാലോകയൻ. ക ഏഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്വിദിദമംബുജം സമജനീതി ചിന്താമഗാത്. ശ്ലോകം 3. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയ സഖലു നാളരന്ധ്രാധ്വന സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീ ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. അമുഷ്യ ഹി സരോരുഹ കിം അഭി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയഃ സഹ ഖലു നാളരന്ധ്ര അധ്വനാ സ്വയോഗഫലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീഃ ത്വദീയം അതിമോഹനം ന തു കളേബരം ദൃഷ്ടവാൻ. അമുഷ്യ സരോരുഹ കിമപി കാരണം സംഭവേത് ഹി. ഈ താമരപ്പൂവിന് ഒരു കാരണം, അതായത് ഒരാശ്രയം തീർച്ചയായും ഉണ്ടായിരിക്കണമല്ലോ. ഇതി സ്മ കൃതനിശ്ചയം പ്രൗഢധീം സഹ ഖലു എന്നു തന്നെ ഉള്ളിൽ ഉറപ്പിച്ച് ബുദ്ധിസാമർഥ്യമുള്ള പത്മജൻ സ്വയോഗഫലവിദ്യയാ നാളരന്ധ്രാധ്വന സമവരൂഢവാൻ. തൻ്റെ യോഗശക്തിയോടും തപശക്തിയോടും കൂടിയ ജ്ഞാനശക്തിയാൽ താമരത്തണ്ടിൻ്റെ സുഷിരങ്ങൾ വഴി കീഴ്പോട്ടിറങ്ങി അതിമോഹനം ത്വദീയം കളേബരം തു ന ദൃഷ്ടവാൻ. അത്യന്തം മനോഹരമായ അവിടുത്തെ തിരുവുടൽ കണ്ടെത്തുക എന്നതാകട്ടെ ഉണ്ടായതുമില്ല. ഭഗവാനെ കാണുവാൻ സാധിച്ചില്ല. ഈ താമരപ്പൂവിന് ഉൽപ്പത്തിസ്ഥാനമായി എന്തെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് നിശ്ചയിച്ചു. ബുദ്ധിമാനായ ആ ബ്രഹ്മാവ് തൻ്റെ യോഗബലത്താൽ ആത്മജ്ഞാനവും കൊണ്ട് സമ്പാദിച്ചിരുന്ന അഷ്ടൈശ്വര്യങ്ങളുടെ ഫലത്താൽ സൂക്ഷ്മ ശരീരനായി തീർന്നു. എന്നിട്ട് താമരത്തണ്ടിൻ്റെ ദ്വാരത്തിൽ കൂടി കീഴ്പോട്ടിറങ്ങി. എങ്കിലും പരമസുന്ദരമായ അങ്ങയുടെ, അതായത് ഭഗവാന്റെ തിരുവുടലിനെ കണ്ടില്ല. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേത്
ഇതി സ്മ കൃതനിശ്ചയ സഖലു നാളരന്ധ്രാധ്വനാം സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീ ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. ശ്ലോകം 4. തതഃ സകലനാളികാ വിവരമാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സന്ദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീ സമാധിബലമാദധേ ഭവദനുഗ്രഹൈകാഗ്രഹീ. തതഃ സകല നാളികാ വിവരമാർഗഗഃ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി ന ഏവ സംദൃഷ്ടവാൻ നിവൃത്യ കമല ഉദരേ സുഖഃ നിഷണ്ണഃ ഏകാഗ്രതീഃ സമാധിബലം ആദതേ ഭവത് അനുഗ്രഹേ ഏക ആഗ്രഹീ. തതഃ സകല നാളികാ വിവരമാർഗഗഃ മാർഗയൻ. അനന്തരം ആ ബ്രഹ്മാവ് താമരത്തണ്ടിൻ്റെ സകല ദ്വാരങ്ങൾ വഴിക്കും പോയി അന്വേഷിച്ചിട്ടും ശതവത്സരം പ്രയസ്യ ഇങ്ങനെ ബഹുവത്സരക്കാലം പ്രയാസപ്പെട്ടിട്ടും കിമപി ന ഏവ സംദൃഷ്ടവാൻ ഒന്നും തന്നെ കാണുകയുണ്ടായില്ല. നിവൃത്യ കമലോധരെ സുഖനിഷണ്ണഃ എന്നിട്ട് പിൻവാങ്ങി താമരപ്പൂവിനുള്ളിൽ സുഖമായി സ്ഥിതിയുറപ്പിച്ച് ഏകാഗ്രതീഹി ഭവത് അനുഗ്രഹ ഏക ആഗ്രഹി ബുദ്ധിയെ ഏകാഗ്രമാക്കി അവിടുത്തെ അനുഗ്രഹത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സമാധിബലം ആദതേ ഉറച്ച സമാധിയെ കൈക്കൊണ്ടു. പിന്നെയും അദ്ദേഹം ആ ബ്രഹ്മാവ് ആ താമരത്തണ്ടിൻ്റെ എല്ലാ ദ്വാരങ്ങളിലും ഓരോന്നായി കടന്നു. 100 വർഷക്കാലം ബുദ്ധിമുട്ടി അന്വേഷിച്ചിട്ടും ഒന്നും കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. അപ്പോൾ മടങ്ങി താമരപ്പൂവിൻ്റെ ഉള്ളിൽ വന്ന് സുഖമായിരുന്നു കൊണ്ട് ബുദ്ധിയെ ഏകാഗ്രമാക്കി ധ്യാനം ചെയ്ത് സമാധിയിൽ പ്രവേശിച്ചു. ഭഗവാന്റെ അനുഗ്രഹത്തെ ഒന്നിനെ മാത്രം ആഗ്രഹിച്ച് ധാരണാപൂർവകമായി സ്ഥിരമായ സമാധിയെ കൈക്കൊണ്ടു. മനസ്സിനെയും ശരീരത്തിനെയും ഒരേ നിലയിൽ സമനിലയിൽ നിർത്തി. സകല നാളികാ വിവരമാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സന്ദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീ സമാധിബലമാദധേ ഭവദനുഗ്രഹൈകാഗ്രഹീ. ശ്ലോകം 5. ശതേന പരിവത്സരൈർദൃഢസമാധിബന്ധോല്ലസത് പ്രബോധവിശദീകൃത സഖലു പത്മിനീ സംഭവാ അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശാ വ്യചഷ്ടപരിതുഷ്ടധീർ ഭുജഗഭോഗഭാഗാശ്രയം. ശതേന പരിവത്സരൈഃ ദൃഢസമാധി ബന്ധ ഉല്ലസത് പ്രബോധ വിശദീകൃതഃ സ ഖലു പത്മിനി സംഭവഃ അദൃഷ്ടചരം അദ്ഭുതം തവ ഹി രൂപം അന്തർദൃശാ വ്യചഷ്ട പരിതുഷ്ട ദീഹി ഭുജഗ ഭോഗ ഭാഗാശ്രയം. സഹ പത്മനീ സംഭവഃ ഖലു ആ പത്മജനാകട്ടെ ശതേന പരിവത്സരൈഃ 100 ദിവ്യവത്സരം കൊണ്ട് ദൃഢസമാധി ബന്ധോല്ലസത് ഉറച്ച സമാധിയെ ധരിച്ചതിനാൽ ജ്ഞാനം തെളിഞ്ഞ്
മനോമാലിന്യമെല്ലാം വിട്ടവനായി തീർന്ന് പരിതുഷ്ടതീഹി ആനന്ദം നിറഞ്ഞ അന്തരംഗത്തോടെ അദൃഷ്ടചരം അദ്ഭുതം ഭുജഗ ഭോഗ ഭാഗാശ്രയം തവ രൂപം മുമ്പ് കണ്ടിട്ടില്ലാത്തതും ആശ്ചര്യത്തിന് കാരണമായതുമായ ആദിശേഷൻ എന്ന നാഗശ്രേഷ്ഠൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ ആശ്രയിച്ചു കൊണ്ടുള്ളതുമായ അവിടുത്തെ തിരുവുടൽ അന്തർദൃശ വ്യചിഷ്ട ഹി ദിവ്യദൃഷ്ടിയാൽ ദർശിക്കുകയും ചെയ്തു. 100 ദിവ്യവത്സരക്കാലം അനുഷ്ഠിച്ച നിശ്ചയമായ സമാധിബന്ധത്താൽ തെളിഞ്ഞു വിളങ്ങിയ ശരിയായ ജ്ഞാനം തെളിഞ്ഞതുകൊണ്ട് ആത്മജ്ഞാനം സിദ്ധിച്ച് അജ്ഞാനവും മാലിന്യവും നശിച്ചു. നിർമ്മലനായി തീർന്ന ആ പത്മജൻ, ആ ബ്രഹ്മാവ്, ഉൾക്കണ്ണുകൊണ്ട് മുമ്പ് കണ്ടിട്ടില്ലാത്തതും അത്യത്ഭുതവും അനന്തശയനത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ അങ്ങയുടെ തിരുവുടലിനെ ആനന്ദപരവശനായി കണ്ടു. ഭഗവാന്റെ ആ ദിവ്യസ്വരൂപത്തെ ബ്രഹ്മാവ് കണ്ടു. മനോമാലിന്യങ്ങൾ തീർന്ന ബ്രഹ്മാവിന് ഭഗവാൻ ദർശനം നൽകി. മനോമാലിന്യങ്ങൾ തീർന്നതിനു ശേഷമേ ഭഗവാൻ പ്രത്യക്ഷമാവുകയുള്ളൂ. മനസ്സ് ശുദ്ധമായി തീരണം, അവിടെ ഭഗവാനെ കാണാം എന്നതാണ് ഈ ശ്ലോകത്തിൽ നിന്നും കിട്ടുന്ന സൂചന. ശതേന പരിവത്സരൈർദൃഢസമാധിബന്ധോല്ലസത് പ്രബോധ വിശദീകൃത സഖലു പത്മിനീ സംഭവാ അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശാ വ്യചഷ്ടപരിതുഷ്ടധീർ ഭുജഗഭോഗഭാഗാശ്രയം. ശ്ലോകം 6. കിരീടമകുടോല്ലസത് കടകഹാരകേയൂരയുങ് മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത് കൗസ്തുഭം വപുസ്തദയി ഭാവയേ കമലജന്മനേ ദർശിതം. കിരീട മകുട ഉല്ലസൻ ഖഡഗ ഹാര കേയൂര യുഗ് മണി സ്ഫുരിത മേഖലം സുപരിവീത പീതാംബരം കളായ കുസുമപ്രഭം ഗള തല ഉല്ലസത് കൗസ്തുഭം വപുഹു തത് അയി ഭാവയേ കമല ജന്മനെ ദർശിതം. കിരീട മകുടോല്ലസത് കിരീടവും മകുടവും അണിഞ്ഞ് തിളങ്ങുന്നതും ഖഡഗ ഹാര കേയൂര യുഗ് വളകൾ, മുത്തുമാലകൾ, തോൾവളകൾ എന്നിവയോട് കൂടിയതും മണിസ്ഫുരിത മേഖലം രത്നങ്ങളാൽ പളപള എന്ന അരഞ്ഞാണണിഞ്ഞതും സുപരിവീത പീതാംബരം മഞ്ഞപ്പട്ട് മോടിയിൽ ചാർത്തിയതും കളായ കുസുമപ്രഭം കായാമ്പൂവിൻ്റെ നീലനിറത്തിൽ കാന്തിയോടു കൂടിയതും കളത തലോല്ലസത് കൗസ്തുഭം ഖണ്ഡപ്രദേശത്ത് കൗസ്തുഭരത്നം മിന്നിത്തിളങ്ങുന്നതും കമല ജന്മനെ ദർശിതം ഐ തദ് വപുഹു ഭാവയേ പത്മജന് കാട്ടിക്കൊടുത്തതുമായ അങ്ങയുടെ ആ തിരുവുടലിനെ ഞാൻ ധ്യാനിച്ചു കൊള്ളുന്നു. ശിരസിൻ്റെ മുൻഭാഗം കിരീടത്തിനാലും പിൻഭാഗം മകുടത്തിനാലും ശോഭിക്കുന്നതും വളകൾ, മുത്തുമാലകൾ, തോൾവളകൾ ഇവ അണിഞ്ഞിട്ടുള്ളതും വിലയേറിയ രത്നങ്ങളെക്കൊണ്ട് ജ്വലിക്കുന്ന പളപള എന്ന അരഞ്ഞാൻ ചാർത്തിയിട്ടുള്ളതും ഭംഗിയായി മഞ്ഞപ്പെട്ട് ധരിച്ചിട്ടുള്ളതും കായാമ്പൂവിൻ്റെ നീലനിറത്തിൽ കാന്തിയോടു കൂടിയതും കഴുത്തിൽ കൗസ്തുഭം രത്നം വിളങ്ങുന്നതും ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തതുമായ അങ്ങയുടെ തിരുവുടലിനെ ഞാൻ ധ്യാനിക്കുന്നു. കിരീടവും മകുടവും ശിരോ അലങ്കാരങ്ങളാണ്. രണ്ടിനും അതിൻ്റേതായ വ്യക്തമായ ആകൃതിയിൽ വ്യത്യാസമുണ്ട്. ഓരോ അവസരത്തിൽ ഓരോന്ന് അണിയുന്നു. ഭഗവാന്റെ അലങ്കാരം കാണുക. സുപരിവീത പീതാംബരം മഞ്ഞപ്പെട്ട് ഭംഗിയായി മോടിയിൽ ധരിച്ചിട്ടുള്ളതും
അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. മഞ്ഞക്കളർ മനസ്സിന് ശാന്തി കൊടുക്കുന്നതാണ്. കളായ കുസുമപ്രഭം, കായാമ്പൂവിൻ്റെ അതായത് നീല നിറത്തിൽ കൂട്ടം കൂട്ടമായി വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ ഭംഗിയാണ്. ആ ഭംഗിയിൽ നിന്നും വരുന്ന ഒരു ശക്തി, അതിനെ കാണുമ്പോൾ മനസ്സിൽ സന്തോഷത്തിൻ്റെ കാന്തിപ്രകാശം പടരും. ഈ അലങ്കാരങ്ങളെല്ലാം ചേർന്നിരിക്കുന്ന കാഴ്ച മനസ്സിന് ആനന്ദത്തെ നൽകുന്നതാണ്. അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാന്റെ തിരുവുടലിനെ ശ്രീ ഭട്ടതിരി ധ്യാനിക്കുന്നു. കിരീടമകുടോല്ലസത്കടകഹാരകേയൂരയും മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത്കൗസ്തുഭം വപുസ്തദയി ഭാവയേ കമലജന്മനേ ദർശിതം. ശ്ലോകം 7. ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷിദിഷ്ട്യാദൃശോ കുരുഷ്വധിയമാശു മേ ഭുവനനിർമ്മിതോ കർമ്മഠാം ഇതി ദ്രുഹിണവർണിത സ്വഗുണബംഹിമാ പാഹി മാം. ശ്രുതിപ്രകരദർശിത പ്രചുര വൈഭവഃ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദം ഉപേഷി ദിഷ്ട്വാ ദൃശോഃ കുരുഷ്വ ധിയം ആശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാം ഇതി ദ്രുഹിണ വർണ്ണിത സ്വഗുണ ബംഹിമാ പാഹിമാം. ശ്രുതി പ്രഖരദർശിത പ്രചുര വൈഭവ, വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടതും സർവവ്യാപകവുമായ മാഹാത്മ്യമുള്ളവനും ശ്രീപദേ ഹരേ ജയ ജയ, ലക്ഷ്മീവല്ലഭനുമായ ശ്രീ മഹാവിഷ്ണു മേൽക്കുമേൽ ജയിച്ചരുളിയാലും പ്രഭോ ദിഷ്ട്വാ ദൃശോ പദം ഉപേഷി, സർവശക്ത അവിടുന്ന് ഭാഗ്യവശാൽ എൻ്റെ കണ്ണുകൾക്ക് വിഷയമായി തീർന്നിരിക്കുന്നു. ആശു മേ ധിയം ഭുവന നിർമ്മിതൗ കർമ്മഠാം കുരുഷ്വ, താമസിയാതെ എൻ്റെ ബുദ്ധിയെ ഭുവനങ്ങളെ നിർമ്മിക്കുക, ഭുവനങ്ങളെ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ സാമർഥ്യമുള്ളതാക്കി തീർക്കണമേ. ഇതി ദ്രുഹിണവർണിത സ്വഗുണബംഹിമാം മാം പാഹി, ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട മഹാ അതിശയത്തോടുകൂടി അവിടുന്ന് ഈയുള്ളവനെ കാത്തരുളയണമേ. അനവധി വേദവാക്യങ്ങളാൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ലോകോത്തമമായ വൈഭവത്തോടു കൂടിയ ലക്ഷ്മീവല്ലഭനായ ഭഗവാനെ അങ്ങ് ജയിച്ചാലും ജയിച്ചാലും നിൻ തിരുവടി എൻ്റെ ഭാഗ്യത്താൽ കണ്ണുകൾക്ക് വിഷയമായി തീർന്നിരിക്കുന്നു. അങ്ങയുടെ ദർശനം എനിക്ക് കാണിച്ചു തന്നുവല്ലോ. എനിക്ക് ലോകത്തെ സൃഷ്ടി ചെയ്യുന്നതിനുള്ള സാമർഥ്യമുള്ള ബുദ്ധി നൽകി വേഗത്തിൽ അനുഗ്രഹിക്കണമേ. ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള ഗുണമാഹാത്മ്യത്തോടു കൂടിയ അങ്ങ് ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിക്കണമേ. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം 8-ാം അധ്യായത്തിൽ വിസ്താരമായ ബ്രഹ്മസ്തുതിയുണ്ട്. അതിനെ ഒന്ന് ചുരുക്കി ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്നു ശ്രീ ഭട്ടതിരി ഈ ശ്ലോകത്തിലൂടെ. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷിദിഷ്ട്യാദൃശോ കുരുഷ്വധിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാം ഇതി ദ്രുഹിണവർണിത സ്വഗുണബംഹിമാ പാഹി മാം. ശ്ലോകം 8. ലഭസ്വ ഭുവനത്രയീരചനദക്ഷതാമക്ഷതാം ഗൃഹാണമദനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്
भवत्वखिलसाधनी मयि च भक्तिरत्युत्कटेति उदीर्य गिरमादधा मुदितचेतसं वेधसम् ലഭസ്വ ഭുവനത്രയീ രചന ദക്ഷതാം അക്ഷതാം ഗൃഹാണ മദ് അനുഗ്രഹം കുരു തപഃ ച ഭൂയഃ വിദേ ഭവതു അഖില സാധനീ മയി ച ഭക്തിഃ അത്യുൽക്കടാ ഇതി ഉദീര്യ ഗിരം അദധാഹ മുദിത ചേതസം വേദസം വിദേ അക്ഷതാം ഭുവനത്രയീ രചന ദക്ഷതാം ലഭസ്വ. അല്ലയോ ബ്രഹ്മദേവ, ഒരു ഹാനിയും തട്ടാത്തതും ത്രൈലോക്യ സൃഷ്ടിക്ക് വേണ്ടതുമായ സാമർഥ്യം താങ്കൾക്ക് ലഭിക്കുമാറാകട്ടെ. മദനുഗ്രഹം ഗൃഹാണ, അതിന് എൻ്റെ അനുഗ്രഹത്തെ കൈക്കൊണ്ടാലും. തപഃ ച ഭൂയഃ കുരു, തപസ് ഇനിയും ചെയ്യുകയും വേണം. അഖില സാധനീ മയി ഭക്തിഃ ച അത്യുത്കടാ ഭവതു, ഏതു കാര്യത്തെയും സാധിപ്പിക്കുന്നതായ എന്നിലുള്ള ഭക്തിയും അതിതീവ്രമായി നിലനിൽക്കട്ടെ. ഇതി ഗിരം ഉദീര്യ വേദസം മുദിത ചേതസം ആദദാഹ എന്നെല്ലാം അരുളി ചെയ്ത് അങ്ങ് ബ്രഹ്മദേവനെ സന്തുഷ്ടനാക്കി തീർത്തു. ഹേ ബ്രഹ്മാവേ, നിനക്ക് ലോകസൃഷ്ടിക്ക് അനശ്വരമായ സാമർഥ്യമുണ്ടാകട്ടെ. എൻ്റെ അനുഗ്രഹത്തെ സ്വീകരിക്കുക. നീ വീണ്ടും തപസ് ചെയ്യണം. സകലത്തിനെയും സാധിപ്പിക്കുന്ന എന്നിലുള്ള അതിയായ ഭക്തി നിനക്കുണ്ടാവട്ടെ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവിനെ സന്തുഷ്ടനാക്കി തീർത്തു. ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു, നിനക്ക് യാതൊന്നിനും ഒരു കുറവുമില്ലാതെ സൃഷ്ടി നടത്തുവാനുള്ള എല്ലാ കഴിവുകളും ഉണ്ടാകട്ടെ എന്ന്, ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും എന്നും, നീ വീണ്ടും തപസ് ചെയ്ത് പൂർവാധികം ശക്തി ആർജിക്കട്ടെ എന്നും, എന്നിൽ ഭക്തി അനുഷ്ഠിച്ച് സൃഷ്ടി ചെയ്യൂ. എന്നിൽ ഭക്തി വർദ്ധിക്കും തോറും സൃഷ്ടി ചെയ്യുവാനുള്ള സാമർഥ്യം കൂടും. ഇത് കേട്ടപ്പോൾ ബ്രഹ്മാവ് സന്തുഷ്ടനായി തീർന്നു. കുരുഷ്വഹ ദിയം, കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു. ഇത്യാദിയായ അഭ്യർത്ഥനയെ ഇതാ സഫലമാക്കുന്നു. അതിന് എൻ്റെ അനുഗ്രഹം മാത്രം മതി. അതിത എന്നാൽ ഈശ്വരാനുഗ്രഹം എത്രയുണ്ടായാലും കർമ്മം ചെയ്താലേ ഏതു കാര്യവും നടക്കൂ. ആകയാൽ വീണ്ടും തപസ് ചെയ്യൂ. ഇതിനെല്ലാം ദൃഢമായ ഭക്തി അത്യന്താപേക്ഷിതവുമാണ്. ധ്യാനം ചെയ്യൂ, എൻ്റെ അനുഗ്രഹം നേടൂ. ഇതാണ് ഭഗവാൻ ഇവിടെ ബ്രഹ്മാവിന് നൽകിയ ഉപദേശം. ലഭസ്വ ഭുവനത്രയീരചന ദക്ഷതാമക്ഷതാം ഗൃഹാണമദനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖില സാധനീ മയി ച ഭക്തിരത്യുത്കടേതി ഉദീര്യ ഗിരമാദധാ മുദിതചേതസം വേധസം. ശ്ലോകം 9. ശതം കൃതതപാസ്തതഃ സഖലു ദിവ്യസംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബലവിജൃംഭിത പവനപാധസീ പീതവാൻ. ശതം കൃതം തപാഹ തതഃ സഹ ഖലു ദിവ്യസംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവത് ഫല വിജൃംഭിതഃ പവനപദാസീ പീതവാൻ. തതഃ സഹ ഖലു ശതം ദിവ്യസംവത്സരാൻ കൃതതപാഃ. അനന്തരം ആ ബ്രഹ്മാവാകട്ടെ
100 ദിവ്യ സംവത്സരം മുഴുവനും തപസ് അനുഷ്ഠിച്ചവനായിട്ട് പൂർവാധികം തപോബലം മതിബലം ച അവാപ്യ ച മുൻപുണ്ടായിരുന്നതിനേക്കാളും തപശക്തിയെയും മനഃശക്തിയെയും നേടുകയും ചെയ്തിട്ട് പങ്കജം പയസി വായുന കമ്പിതം കില ഉദീക്ഷ്യ താമരപ്പൂവിനെ കാരണജലത്തിൽ കാറ്റിളകുന്നതായി കണ്ടിട്ട് ഭവത് ഫല വിജൃംഭിത അവിടുന്നാകുന്ന ബലത്താൽ പ്രഭാവമുള്ളവനായിട്ട് പവന പാദസീ പീതവാൻ വായുവിനെയും ജലത്തെയും പാനം ചെയ്ത് ഇല്ലാതാക്കി. അനന്തരം ആ ബ്രഹ്മാവ് 100 ദിവ്യ സംവത്സരങ്ങൾ ഭഗവാനെ ധ്യാനിച്ച് തപസ് ചെയ്തു. മുമ്പുള്ളതിനേക്കാളും കൂടുതലായും തപോബലവും ബുദ്ധി സാമർഥ്യവും സമ്പാദിച്ചു. അതിനുശേഷം തനിക്ക് ആശ്രയമായ പത്മത്തെ ജലത്തിലെ വായു ചലിപ്പിക്കുന്നതായി കണ്ടിട്ട് നിൻ തിരുവടിയുടെ ഫലത്താൽ ശക്തി വർദ്ധിച്ചതിനാൽ തൻ്റെ ചുറ്റുമുള്ള വായുവിനെയും ജലത്തെയും കുടിച്ചു വറ്റിച്ചു. അതായത് താമരയെ ഉറപ്പിച്ചു നിർത്തി. ഉറച്ച താമരയിൽ ഉറച്ച സ്ഥിതിയിൽ ബ്രഹ്മാവ് ഇരുന്നു എന്നർത്ഥം. ശതം കൃതതപാസ്തതഃ സഖലു ദിവ്യസംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബലവിജൃംഭിത പവനപാദസീ പീതവാൻ. ശ്ലോകം 10. തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വരാ ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈഃ. തവ ഏവ കൃപയാ പുനഃ സരസിജേന തേന ഏവ സഹ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാ നിർമ്മിതൗ തഥാവിധ കൃപാപരഃ ഗുരുമരുത്പുരാധീശ്വര ത്വം ആശു പരിപാഹി മാം ഗുരുദയാ ഉക്ഷിതൈഃ ഈക്ഷിതൈഃ. പുനഃ സഹ തവ കൃപയാ ഏവ. പിന്നെ അദ്ദേഹം ആ ബ്രഹ്മാവ് അവിടുത്തെ കാരുണ്യത്താൽ തന്നെ തേന സരസിജേന ഏവ ഭുവനത്രയീം പ്രകൽപ്യ ആ നാഭികമലം കൊണ്ട് തന്നെ ത്രൈലോക്യത്തെ പ്രജാനിർമ്മിതോ പ്രവവ്രതേ പ്രജാസൃഷ്ടികാര്യത്തിൽ ഏർപ്പെട്ടു. ഗുരു മരുത്പുരാധീശ്വര ത്വം തഥാവിധ കൃപാപരഃ. ഗുരുവായൂരപ്പ അവിടുന്ന് ആ വിധത്തിലുള്ള കാരുണ്യം നിറഞ്ഞ ഗുരുദയോക്ഷിതൈഃ ഈക്ഷിതൈഃ ആശു മാം പരിപാഹി. കനത്ത കാരുണ്യത്താൽ കുതിർന്ന കടാക്ഷങ്ങളെ കൊണ്ട് അതിവേഗം ഈയുള്ളവനെ തികച്ചും കാത്തരുളയണമേ. പിന്നീട് നിൻ തിരുവടിയുടെ കൃപ കൊണ്ട് തന്നെ അദ്ദേഹം ആ താമരപ്പൂവിനെ ഉറപ്പിച്ചു നിർത്തിയ ശേഷം 3 ലോകങ്ങളെയും കൽപ്പിച്ചിട്ട് പ്രജാസൃഷ്ടി ചെയ്യുവാനായി ആരംഭിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ, അപ്രകാരമെല്ലാം കരുണ ഉള്ളവനായ നിൻ തിരുവടി കരുണ നിറഞ്ഞ കടാക്ഷ വിക്ഷേപങ്ങളെ കൊണ്ട് എന്നെ വേഗത്തിൽ അനുഗ്രഹിച്ചാലും എന്നെ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും. പ്രജാനിർമ്മിതോ, അതായത് ശരീരത്തോടു കൂടിയ ജീവാത്മാക്കളാണ് ഈ പ്രജകൾ എന്ന് പറയപ്പെടുന്നു. ഭുവനത്രയീ, അധലം മുതലായ അധോലോകങ്ങളെ ഭൂലോകത്തിലും മഹർലോകം മുതലായ ഉപരിലോകങ്ങളെ സ്വർഗലോകത്തിലും ഉൾപ്പെടുത്തിയിട്ട് ചതുർദശകലോകങ്ങളുടെ സ്ഥാനത്ത് ഭൂഹു ഭുവഹ സ്വഹ, ഭൂലോകം, ആന്തരിക ലോകം, സ്വർഗലോകം എന്നീ ത്രൈലോക്യ വ്യവഹാരം ഗായത്രിയിലും മറ്റും പ്രസിദ്ധമാണല്ലോ. ഭാഗവതം 3ാം സ്കന്ധം 8ാം അധ്യായത്തിൽ
16 ശ്ലോകം മുതൽ 9 അധ്യായത്തിൽ 9 ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് ഈ ദശകത്തിൽ സംക്ഷേപിച്ചിട്ടുള്ളത്. 8 അധ്യായത്തിലെ വിസ്തൃതമായ ബ്രഹ്മസ്തുതി ശ്രുതി പ്രകരദർശിത എന്ന ഒരു പദ്യം കൊണ്ട് 7 പദ്യത്തിൽ അത്യന്തം സംഗ്രഹിച്ചിരിക്കുകയാണ്. തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സാ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വരാ ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈ. അടുത്ത ദശകത്തിൽ ഭഗവത് അനുഗ്രഹത്താൽ തപോബലവും മതിബലവും വർദ്ധിച്ച ബ്രഹ്മാവ് നടത്തിയ സൃഷ്ടിപ്രകാരം വിവരിക്കുന്നു. പാരായണം. ദശകം 9. സ്ഥിതഃ സ കമലോദ്ഭവസ്തവ ഹി നാഭിപങ്കേരുഹേ കുതസ്വിദിതമംബുധൗ ഉദിതമിത്യനാലോകയൻ തദീക്ഷണ കുതൂഹലാത് പ്രതിദിശം വിവൃത്താനന ചതുർവദനദാമകാദ്വികസദഷ്ടദൃഷ്ട്യംബുജാം മഹാർണവവിഘൂർണിതം കമലമേവ തത്കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു നാലോകയൻ ക ഏഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്വിദിതമംബുജം സമജനീതി ചിന്താമഗാത് അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയ സ ഖലു നാളരന്ധ്രാധ്വന സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീ ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. തതഃ സകലനാളികാ വിവരമാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സന്ദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീ സമാധിബലമാദധേ ഭവദനുഗ്രഹൈകാഗ്രഹീ ശതേന പരിവത്സരൈർദൃഢസമാധിബന്ധോല്ലസത് പ്രബോധവിശദീകൃത സഖലു പത്മിനീ സംഭവാ അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശാ വ്യചഷ്ടപരിതുഷ്ടധീർ ഭുജഗഭോഗഭാഗാശ്രയം കിരീടമകുടോല്ലസത് കടകഹാരകേയൂരയുങ് മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത് കൗസ്തുഭം വപുസ്തദയി ഭാവയേ കമലജന്മനേ ദർശിതം. ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷിദിഷ്ട്യാദൃശോ കുരുഷ്വധിയമാശു മേ ഭുവനനിർമ്മിതൗ കർമ്മഠാം ഇതി ദ്രുഹിണവർണിത സ്വഗുണബംഹി മാ പാഹി മാം. ലഭസ്വ ഭുവനത്രയീരചനദക്ഷതാമക്ഷതാം ഗൃഹാണമദനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖിലസാധനീ മയി ച ഭക്തിരത്യുത്കടേതി ഉദീര്യഗിരമാദധാ മുദിതചേതസം വേധസം. ശതം കൃതതപാസ്തതഃ സഖലു ദിവ്യസംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം
ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബലവിജൃംഭിത പവനപാധസീ പീതവാൻ തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സ പ്രഗൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വരാ ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.